ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനൂസ് കുക്കറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രൗണിയാണ്. അപ്പൊ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ബ്രൗണി തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രൗണി എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാട്ടോ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണി ആണ്. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണിക്ക് ആയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗ്രേറ്റഡ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റിന്റെ കൂടെ ഒരു 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ലംസ് ഇല്ലാതെ നല്ല രീതിയിൽ മെൽറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഈ ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും ഇവിടെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ബ്രൗണി തയ്യാറാക്കാനായിട്ട് മാക്സിമം ബ്രൗൺ ഷുഗർ എടുക്കാൻ നോക്കാം. ഇപ്പൊ ഞാനിവിടെ ആദ്യം എടുത്ത ബ്രൗൺ ഷുഗർ കുറച്ച് ക്രിസ്റ്റലൈസ് ടൈപ്പാണ്. അപ്പൊ ഞാൻ അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വാങ്ങിച്ചത് കുറച്ച് നല്ല ഫൈൻ ആയിട്ടുള്ളതാണ് കിട്ടിയത്. അപ്പൊ ഞാൻ രണ്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക്. എപ്പോഴും നമ്മൾ ബ്രൗണി തയ്യാറാക്കുമ്പോൾ ബ്രൗൺ ഷുഗർ എടുക്കാൻ നോക്കാം. അപ്പൊ നമ്മുടെ ബ്രൗണി തയ്യാറായി കിട്ടുമോ നല്ലൊരു ടെക്സ്ചർ നമ്മുടെ ബ്രൗണിക്ക് കിട്ടും. ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റും ബട്ടറും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയന്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് മൈദയും പിന്നെ ബാക്കി ഒരു 4 to 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും. ഇതെല്ലാം കൂടി അരിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയന്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇട്ടിട്ട് നമുക്കിത്
മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഓവൻ ഒരു 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാമേ. കണ്ടോ, ബ്രൗണിയുടെ കൺസിസ്റ്റൻസി നല്ല കേക്ക് ബാറ്റർ പോലെയല്ല, നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ കേക്കിന് ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കേക്കിന് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ബ്രൗണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ 170 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ആണ് ബ്രൗണി ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. ഇനി നമുക്ക് ഈ ബ്രൗണി ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ബ്രൗണി ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ബ്രൗണി. ഇത് നമ്മുടെ ബ്രൗണി നല്ല സോഫ്റ്റും നല്ല ഫഡ്ജി ആണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ കണ്ടില്ലേ? നമ്മുടെ ഈ സോഫ്റ്റ് ആൻഡ് ഫഡ്ജി ആയിട്ടുള്ള ഈ ബ്രൗണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണേ.